ആണ്ടുവട്ടത്തിലെ 3-ാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തകൾ 3 പോയിന്റുകളായി ക്രമീകരിക്കുകയാണ്. ലൂക്ക 4:16 അതിലെ ഒരു വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതാണ് 1-ാമത്തെ പോയിന്റ്. പതിവ് പോലെ, ഒരു ഭക്തനായ യഹൂദനെ പോലെ യേശു എന്നും പതിവ് പോലെ പ്രാർത്ഥിക്കുകയും ആരാധനാ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. നിയമവും പ്രവാചക ഗ്രന്ഥങ്ങളും വായിച്ച് വ്യാഖ്യാനിക്കാൻ, ആരാധന നടത്താൻ യഹൂദർ സമ്മേളിച്ചിരുന്ന സ്ഥലമാണ് സിനഗോഗ്. 2. ലൂക്ക 4:18 പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ കാനായിൽ പരിശുദ്ധ അമ്മയിലൂടെ തിരിച്ചറിഞ്ഞവൻ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സദ്വാർത്ത പ്രഘോഷിക്കുന്നതാണ് ലൂക്ക 4:18. ജൂബിലി വർഷത്തെ, അതായത് ലേവ്യർ 25-ാം അധ്യായത്തെ വ്യാഖ്യാനിക്കുന്ന ഏശയ്യായുടെ വാക്കുകൾ ലൂക്ക 4:18 യേശു ഇന്ന് നമ്മളോട് പ്രഘോഷിക്കുകയാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ അന്തർധാരയായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ വചനം വിശദീകരിക്കുന്നത് ജൂബിലി വർഷത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജൂബിലിയിലേക്കാണ്, അല്ലെങ്കിൽ യേശു വിഭാവന ചെയ്യുന്ന കർത്താവിന് സ്വീകാര്യമായ വത്സരം വിവരിക്കുവാനാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ജൂബിലി അഥവാ കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്ന് പറയുന്നത് വിശ്രമത്തിൻ്റെയും വിമോചനത്തിൻ്റെയും കാഹളധ്വനിയാണ് നൽകുന്നത്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഭൂമിക്കും വിശ്രമം നൽകണം. നിയമാവർത്തന പുസ്തകം 5:12-14 വചനങ്ങളിൽ ഇങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്: നീ വിശ്രമിക്കുക, നിന്റെ ജോലിക്കാരും വിശ്രമിക്കട്ടെ. ജൂബിലിക്ക് അഥവാ കർത്താവിന് സ്വീകാര്യമായ വത്സരത്തിന് 4 പ്രത്യേകതകളുണ്ട്. 1. ഭൂമി കൃഷി ചെയ്യരുത്. ഭൂമി ദൈവത്തിൻ്റെതാണ്. അത് ആവശ്യാനുസരണം മുറിച്ച് വിളമ്പേണ്ട അപ്പമാണ്. പുറപ്പാട് 19:5, ലേവ്യർ 25-23. കാരണം ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായിരുന്നു. അവർക്ക് ഭൂമി ദൈവത്തിൻ്റെ ദാനമായി നൽകിയതാണ്. 2. കടങ്ങൾ ഇളവ് ചെയ്യപ്പെടണം. കർത്താവിന് സ്വീകാര്യമായ വത്സരം അഥവാ ജൂബിലിയുടെ ചൈതന്യമെന്ന് പറയുന്നത് ഇളവ് ചെയ്യലാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന യേശുവിൻ്റെ കർമ്മപദ്ധതിയിൽ യേശു പഠിപ്പിക്കുന്നത്, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ്. ഇളവ് ചെയ്യപ്പെടണമോ, നേടിയെടുത്തവ അതിൻ്റെ ഉടമസ്ഥർക്കോ അവരുടെ പിൻഗാമികൾക്കോ തിരികെ നൽകേണ്ടതാണ്. 3. അടിമകൾ സ്വതന്ത്രരാകണം. ഒരുവൻ നിർധനനാവുകയും തന്നെ വിൽക്കുകയും ചെയ്താൽ അവനെ അടിമയായി പരിഗണിക്കാതെ കൂലിക്കാരനും പരദേശിയുമായി കണക്കാക്കാവൂ എന്ന് ലേവ്യർ 25:40-42 വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അവനെയും അവൻ്റെ കുട്ടികളെയും സ്വതന്ത്രരാക്കുകയും സ്വദേശത്തേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്യണം. സ്വത്ത് തിരികെ ലഭിക്കണം. ലേവ്യർ 25:10. ഏശയ്യാ 61-ാം അധ്യായം 1-2 വചനങ്ങളും ഏശയ്യാ 58-ാം അധ്യായം 6 കാണുന്നവയിൽ നിന്ന് ലൂക്കിൽ കാണുന്ന ബന്ധിതർക്ക് മോചനം എന്ന സന്ദേശം ജൂബിലി ആഹ്വാനത്തിൻ്റെ അഥവാ കർത്താവിന് സ്വീകാര്യമായ വത്സരത്തിൻ്റെ പ്രതിധ്വനിയാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ 8:32. എന്താണ് സത്യമെന്ന് ചോദിച്ചിട്ട് പിലാത്തോസ് സത്യത്തിന് നേരെ മുഖം തിരിച്ചു കളയുന്നു. യോഹന്നാൻ 18:38.
സത്യത്തിൽ നിന്നുള്ളവൻ യേശുവിൻ്റെ വചനം ശ്രവിക്കുന്നുവെന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ 18:37. സ്വാതന്ത്ര്യത്തിൻ്റെ തെളിനീര് അറിയാനും അനുഭവിക്കുവാനും അതിൽ ജീവിക്കുവാനുമുള്ള ഒരു ഉള്ളിയാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം. 4. അർഹതപ്പെട്ടവർക്കായി സമ്പത്ത് വീതിക്കണം. സമ്പത്ത് യഥാർത്ഥ ഉടമസ്ഥന് തിരികെ നൽകണം. അസമത്വങ്ങൾ പരിഹരിക്കണം. പരിധിയിൽ കവിഞ്ഞ് ഭൂമിയും വസ്തുവകളും സമാഹരിക്കാൻ ആർക്കും അനുവാദമില്ല. കാരണം ഭൂമി ദൈവത്തിൻ്റെതാണ്. ചുരുക്കത്തിൽ സമത്വവും സാഹോദര്യവും ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കണമെന്നതാണ് കർത്താവിന് സ്വീകാര്യമായ വർഷ ആചരണത്തിൻ്റെ പിന്നിലുള്ളത്. മേൽപ്പറഞ്ഞവയാണ് യേശു നസ്രത്തിൽ പറഞ്ഞ സ്വീകാര്യമായ വത്സരം. ഇത് ഉടൻ വരാൻ പോകുന്നു എന്നാണ് യേശു പറഞ്ഞത്. യേശു അവതരിപ്പിക്കുന്ന കേന്ദ്ര സന്ദേശവും ഇതുതന്നെ. മനുഷ്യൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുനഃക്രമീകരണമാണ് തൻ്റെ കാതലായ ദൗത്യം എന്നാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം അഥവാ ജൂബിലി എന്ന് പറയുന്നതിലൂടെ യേശു ഊന്നിപ്പറയുന്നതും വ്യക്തമാക്കുന്നതും. 3. ലൂക്ക് 4:21. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. യേശു പറയുന്നത് ഈ തിരുവെഴുത്ത് ഇന്ന് ഇവിടെ ഇപ്പോൾ എന്നിലൂടെ നിറവേറിയിരിക്കുന്നു. ഞാനാണ് സദ്വാർത്ത. ദരിദ്രരോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും മുഖം. നമ്മളോടൊപ്പം ചേർന്ന് നടക്കുന്ന ദൈവം തൻ്റെ ആഗ്രഹം യേശുവിലൂടെ നമ്മെ അറിയിക്കുകയും നമ്മളെ യേശുവിലൂടെ പിതാവിങ്കലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ തിരുവചന ഭാഗം സക്കേവൂസിനെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. സക്കേവൂസിനെ കുറിച്ച് പറഞ്ഞത് അവൻ സമ്പന്നനെന്നാണ്. എന്നാൽ ധാർമ്മിക മനുഷ്യർ പറഞ്ഞത് ഇവനൊരു പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. സക്കേവൂസ് ആത്മീയനായപ്പോൾ പറഞ്ഞത് എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ പാവപ്പെട്ടവർക്ക് നൽകുന്നു. ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 തിരിച്ചു കൊടുക്കുന്നു. യേശു പറഞ്ഞത് ഇതാണ്: ഇന്ന് നിന്റെ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. യേശുവാകുന്ന സദ്വാർത്തയെ സ്വീകരിക്കുമ്പോഴാണ് സുഖം, സമാധാനം, സന്തോഷം, ആരോഗ്യം, പൂർണ്ണത ഇവയൊക്കെ ലഭിക്കുക. അങ്ങനെ ദൈവപിതാവിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനുള്ള ഈ വിളി ഈ ലോകത്ത് ജീവിച്ച് അത് മരണാനന്തരം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.